ഇന്ന് വരുന്ന പുതിയ യൂട്യൂബേഴ്സിൽ മാക്സിമം ആളുകളും ഷോർട്ട് വീഡിയോസിലൂടെ ആയിരിക്കും അവരവരുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇതിന് കാരണം ഷോർട്സിലൂടെ നമുക്ക് നമ്മുടെ ചാനലിനെ പെട്ടെന്ന് ഒരു റീച്ചിലെത്തിക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പെട്ടെന്ന് കൂട്ടിയെടുക്കാനും പറ്റും. ഈ ഒരു വിചാരം ഉള്ളതുകൊണ്ടാണ് അവർ ഷോർട്ട് വീഡിയോസിലൂടെ അവരുടെ ചാനൽ തുടങ്ങുന്നത്. ഇത് ശരിയായ കാര്യവുമാണ്. പക്ഷേ ഇതിൽ 90% ആളുകളും ഷോർട്സിലൂടെ അവരുടെ ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ഷോർട്സിനെ വൈറലാക്കാൻ പറ്റാറില്ല. അവർക്ക് 100, 200, 500 കൂടിപ്പോയാൽ 1000 വ്യൂസ് ആയിരിക്കും അവരുടെ ഷോർട്സിന് കിട്ടുന്നത്. ചിലർക്ക് 0 വ്യൂസും കിട്ടാറുണ്ട്. അപ്പോൾ ഇതിന് കാരണമെന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന 5 തെറ്റുകളുണ്ട്. ഈ 5 തെറ്റുകൾ അവർ ഇഗ്നോർ ചെയ്യാറുണ്ട്. അവർ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 5 തെറ്റുകളും അവർ ചെയ്യാറുമുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് അവരുടെ ഷോർട്ട് വീഡിയോസ് വൈറലാകാത്തത്. അതുകൊണ്ട് ഈ 5 തെറ്റുകൾ എന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ, നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. നിങ്ങൾ ഈ 5 തെറ്റുകളും ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് നിർത്തി നല്ല രീതിയിലൊന്ന് ഷോർട്ട് വീഡിയോസ് ഇട്ട് നോക്ക്. നിങ്ങൾക്കും നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് വൈറലാക്കാൻ പറ്റും. നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിനും നിങ്ങൾക്ക് വ്യൂസ് കൂട്ടിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ് ഇതിനുള്ളിൽ തന്നെ എനിക്ക് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഷോർട്ട് വീഡിയോയിൽ ഒരിക്കലും ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ആളുകളെ സ്വൈപ്പ് ചെയ്ത് അടുത്ത ഷോർട്ട് വീഡിയോയിലേക്ക് അങ്ങ് പോകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ഷോർട്ട് വീഡിയോയിൽ 1 സെക്കൻഡ് സമയത്തേക്ക് പോലും ഒരു സൈലന്റ് പാർട്ട് ഉണ്ടാകാൻ പാടില്ല. ആളുകൾക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാലും ആളുകളെ സ്വൈപ്പ് ചെയ്ത് അടുത്ത ഷോർട്ട് വീഡിയോയിലേക്ക് അങ്ങ് പോകും. ഇതിന് കാരണമെന്ന് പറയുന്നത്, ഈ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് ഫ്ലോയിൽ പോകേണ്ട ഒരു കാര്യമാണ്. ആളുകളും അതിനെ ഫാസ്റ്റായിട്ട് ഫ്ലോയിൽ തന്നെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈലൻറ്റ് പാർട്ട് വന്നു കഴിഞ്ഞാൽ ആളുകളെ ചിന്തിക്കാനൊരിട വരും. അവർ പെട്ടെന്ന് സ്വൈപ്പ് ചെയ്തെന്ന് വരാം. നമ്മുടെ ഷോർട്ട് വീഡിയോ പിന്നീട് മുന്നോട്ട് പോയില്ലെന്ന് വരാം. അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ എവിടെയെങ്കിലും ഒരു സൈലൻറ്റ് പാർട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ അതിനെ ട്രിം ചെയ്തങ്ങ് കളഞ്ഞേക്കുക. അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സൗണ്ട് എഫക്റ്റോ മ്യൂസിക്കോ നമ്മുടെ വോയിസ് ഓവറോ കൊടുത്ത് അതിനെ ഫില്ല് ചെയ്ത് ഫാസ്റ്റായിട്ട് ഫ്ലോയിൽ നല്ല രസകരമായിട്ട് ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആ ഷോർട്ട് വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്കുള്ളിൽ എവിടെയെങ്കിലും നമുക്ക് ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ പാർട്ടും നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ് ഇതേപോലെ തന്നെ ഫാസ്റ്റ് ഫ്ലോയിൽ ആക്കിയെടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഒരു സൈലൻറ്റ് പാർട്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആളുകൾക്ക് ചിന്തിക്കാനുള്ളൊരു അവസരം കൊടുത്ത് അവരെ കൊണ്ട് നമ്മളെ സ്വൈപ്പ് ചെയ്ത് അടുത്ത ഷോർട്ട് വീഡിയോയിലേക്ക് പോകാൻ അനുവദിക്കരുത്. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ഈ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ ഒരു വോയിസ് ഓവർ ഷോർട്ട് വീഡിയോ ആണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പലരും ഇതിൽ ട്രെൻഡിങ് മ്യൂസിക് കൊടുക്കാറുണ്ട്. കാരണം ട്രെൻഡിങ് മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷോർട്ട് വീഡിയോയ്ക്ക് നല്ല ഒരു റീച്ച് കിട്ടും. പക്ഷേ ഇതിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്, ഇതിൻ്റെ രണ്ടിൻ്റെയും വോളിയം, അതായത് വോയിസ് ഓവറിൻ്റെയും ഈ ട്രെൻഡിങ് മ്യൂസിക്കിൻ്റെയും വോളിയം അതിൻ്റെ ലെവൽ സെയിം ആയിരിക്കും. അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓഡിയൻസ് ഈ ഷോർട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് ആളുകൾക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ ഈ ട്രെൻഡിങ് മ്യൂസിക്കിൻ്റെയും വോളിയം മാക്സിമം ആയിട്ടാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവത്തില്ല. അവർ പെട്ടെന്ന് നിങ്ങളുടെ ഷോർട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കളഞ്ഞെന്ന് വരാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ വോയിസ് ഓവർ ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിൽ ട്രെൻഡിങ് മ്യൂസിക് കൊടുത്തിരിക്കണം. കാരണം അതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു റീച്ച് കിട്ടുന്നതാണ്. പക്ഷേ ഈ ട്രെൻഡിങ് മ്യൂസിക്കിൻ്റെ വോളിയം നിങ്ങൾ മാക്സിമം കുറച്ച് വെച്ചിരിക്കണം. അതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ടായിരിക്കണം നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോയിൽ പോകുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വോയിസ് ഓവറിൻ്റെ വോളിയം മാക്സിമം കൊടുക്കുക. അപ്പോൾ ഈ വോയിസ് ഓവർ കറക്റ്റായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആളുകൾക്ക് കേൾക്കാനും പറ്റും. അതുപോലെ ട്രെൻഡിങ് മ്യൂസിക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് മാക്സിമം റീച്ച് കിട്ടുകയും ചെയ്യും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നിങ്ങൾ വോയിസ് ഓവർ ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങളിൽ പലരും ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ പലതരത്തിലുള്ള ടെക്സ്റ്റുകൾ, ഇമേജുകൾ, ഒബ്ജക്ട്സും ഒക്കെ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും. അത് നിങ്ങൾ ചെയ്യുകയും വേണം. കാരണം ഇത് നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ ഉപകരിക്കുകയും ചെയ്യും. പക്ഷേ ഇതിൽ നിങ്ങളിൽ പലരും ചെയ്യുന്ന തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ഷോർട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ലൈക്സ്, ഡിസ്ലൈക്സ്, കമൻറ്റ്സ്, റീമിക്സ് ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും ഈ കൊടുക്കുന്ന ഇമേജും ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെ റൈറ്റ് സൈഡിലാണ് കൊടുക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പോയിട്ട് ഈ പറഞ്ഞ ഒബ്ജക്ട്സിൻ്റെ ഈ പുറകിലായിട്ട് മറഞ്ഞിരിക്കും. അപ്പോൾ ഇത് ആളുകൾക്ക് കാണാൻ പറ്റത്തില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അവർ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ സ്കിപ്പ് ചെയ്തെന്ന് വരാം, നിങ്ങളുടെ റീച്ച് ഇവിടെ കുറഞ്ഞു പോയെന്നും വരാം.
അപ്പോൾ ഇവിടെ നോക്കുക, ഈ കാണുന്നത് പോലെയാണ് നിങ്ങളൊരു ഷോർട്ട് വീഡിയോ കാണുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ ലൈക്സ്, ഡിസ്ലൈക്സ്, കമൻസ് ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും താഴെ നോക്കിയാൽ ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും നിങ്ങൾ ടെക്സ്റ്റോ ഇമേജോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിന് അടിയിലായി പോയി അത് മറിഞ്ഞിരിക്കും. ആളുകൾക്ക് അത് കാണാൻ പറ്റത്തില്ല, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെന്നും വരത്തില്ല, അവർ പെട്ടെന്ന് നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ സ്കിപ്പ് ചെയ്തെന്നും വരാം. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റുകളോ ഇമേജുകളോ ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് അതും നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയുടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മറയാത്ത രീതിയിൽ വേണം നിങ്ങൾ ടെക്സ്റ്റുകളും ഇമേജുകളും ഒക്കെ കൊടുക്കാൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെന്നും വരാം, ആളുകൾ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ കംപ്ലീറ്റ് കണ്ടെന്നും വരാം, നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ റീച്ചും വ്യൂസും കിട്ടിയെന്നും വരാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഇനി നാലാമത്തെ മിസ്റ്റേക്ക്, അതൊരു മിസ്റ്റേക്ക് അല്ല, അതൊരു ട്രിക്കാണ്. ഈ ട്രിക്കിലൂടെ ഒരുപാട് ആളുകൾക്ക് മില്യൺസിൽ വ്യൂസ് അവരുടെ ഈ ഷോർട്ട് വീഡിയോസിന് കിട്ടുന്നതാണ്. അതായത് നിങ്ങളുടെ ഷോർട്ട് വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ലൈൻ അതുപോലെ എൻഡിങ് ലൈൻ ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അതായത് ഈ വീഡിയോ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും അത് തുടങ്ങുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവരുത് അത് വീണ്ടും തുടങ്ങി അത് വീണ്ടും ഓടുകയാണെന്നുള്ളത്. ഈ രീതിയിൽ ഓടിച്ച് 5ഉം 6ഉം പ്രാവശ്യമൊക്കെ ആളുകൾ ഒരു ഷോർട്ട് വീഡിയോ തന്നെ കാണാറുമുണ്ട്. അതിലൂടെ നിങ്ങളുടെ ഓഡിയൻസ് റിട്ടൻഷൻ 100ൽ കൂടുതൽ കിട്ടുകയും നിങ്ങളുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും, വൈറൽ ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡിങ്ങിൽ ചെന്നിട്ട് ടാറ്റ ബൈ ബൈ സീ യു അഗൈൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ സ്റ്റാർട്ടിങ്ങിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ വേണം എൻഡിങ് ലൈൻ പറയാനും. അപ്പോൾ എൻഡിങ് ലൈൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ടിംഗ് ലൈൻ തുടങ്ങുമ്പോൾ ആളുകൾക്ക് ഒട്ടും മനസ്സിലാവരുത് അതും വീണ്ടും കയറി ഓടുകയാണെന്നുള്ളത്. അപ്പോൾ ഇതിനെ പറയുന്ന പേരെന്ന് പറയുന്നത് ലൂപ്പ് ബേസ്ഡ് സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ലൂപ്പിംഗ് ട്രിക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഒന്ന് ലൂപ്പിലിട്ട് ഓടിച്ച് നോക്കുക. അതായത് സ്റ്റാർട്ടിംഗ് ലൈൻ അതുപോലെ എൻഡിങ് ലൈൻ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. എൻഡിംഗ് ലൈൻ കഴിഞ്ഞിട്ട് അതിനൊരു കണ്ടിന്യൂറ്റി പോലെ ആയിരിക്കണം നിങ്ങളുടെ ഈ സ്റ്റാർട്ടിംഗ് ലൈൻ വീണ്ടും തുടങ്ങുന്നത്. ഈ രീതിയിൽ ലൂപ്പിലിട്ടൊന്ന് ഓടിച്ച് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ വൈറലായിരിക്കും. ഇനി അഞ്ചാമത്തേത് ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്നത്, നിങ്ങളൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടി കാണിച്ചിരിക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് കമൻറ്റ് ചെയ്യാൻ തോന്നണം, കമൻറ്റ് ചെയ്യാൻ അവരെ നിർബന്ധിതരാവണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള കമൻസിനെ വായിക്കാൻ അവർ നിർബന്ധിതരാവണം. ഇതിന് കാരണമെന്ന് പറയുന്നത്, കാരണം നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് ചെറിയ സംഭവമാണ്, പെട്ടെന്ന് തീർന്നു പോകും. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചാൽ ഇതിനെ കോൾ ടു ആക്ഷൻ എന്നാണ് പറയുന്നത്, CTA. ഇങ്ങനെയുള്ള പരിപാടി ചെയ്യാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ChatGPTയുടെ ഹെൽപ്പൊക്കെ എടുക്കാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ ഒപ്പിച്ച് നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ നിർബന്ധിതരാവും. നിങ്ങൾക്ക് വന്നിട്ടുള്ള കമൻസ് ഒന്നെങ്കിൽ അവർക്ക് വായിക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾക്ക് അവർ ഇടണം. അപ്പോൾ ഈ ഒരു സംഭവം അവർ ചെയ്യാൻ പോകുമ്പോൾ ഈ ഷോർട്ട് വീഡിയോ ആ സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ ഒരു പ്രാവശ്യം ഓടി കംപ്ലീറ്റ് ആയി വീണ്ടും 1ഓ 2ഓ പ്രാവശ്യം കൂടെ അത് അവിടെ ഓടിക്കൊണ്ടേയിരിക്കും. കാരണം ആ സമയത്ത് അവർ നിങ്ങളുടെ ഈ കമൻറ്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്കൊരു ലൂപ്പിംഗ് ട്രിക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയും നമുക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കൂടി കിട്ടും, 100ൽ കൂടി കിട്ടും. അങ്ങനെ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ റീച്ച് അവിടെ കൂടുകയും നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഈ പറഞ്ഞ 5 തെറ്റുകൾ, ഇതിൽ ഏതെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തുക. ഈ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. ഇതിനെ ട്രിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഷോർട്ട് വീഡിയോയെ വൈറലാക്കാനുള്ള ട്രിക്സ് ആയിട്ട് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ നിങ്ങൾ ഇനി മുതൽ ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ അതിലൊന്ന് കൊടുത്തു നോക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് വൈറലാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.